ഒന്ന് പേനയൊക്കെ അടച്ചു വെച്ചോ. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, സ്ക്രീനിൽ നോക്കിക്കോട്ടോ. ആദ്യത്തെ എയും ബിയും സിയും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. 13x 9x കുറച്ച് എത്ര കിട്ടും? ചുമ്മാ ഉത്തരം എഴുതിയാൽ മതി. -6y 4y കൂട്ടി എത്ര കിട്ടും? ചുമ്മാ എഴുതിയാൽ മതി. 25 -7 എത്ര കിട്ടും? വെറുതെ ഉത്തരം എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യവും വെറുതെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളതാണ്. 9x = 36. ഇതിന് എക്സിന്റെ വാല്യൂ എത്ര വരും? ഇതിന് എക്സിന്റെ വാല്യൂ എത്ര വരും? അതിന്റെ മാർക്കുകളൊക്കെ സൈഡിലുണ്ട്. ഇത് ഓക്കെയാണ്, ഈ പേജ് ഓക്കെയാണ്, ഈ തമ്പ് കാണിച്ച്. ഓക്കെ, അടുത്ത പേജ് ഒന്ന് നോക്കിക്കോ. ഇത് 2 ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ പരിപാടികൾ ചെയ്യണമെന്ന്. 2 ഇക്വേഷൻ ആക്കിയിട്ട് ഇതിന് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. 3 മാർക്കാണ്. ലാസ്റ്റ് ചോദ്യം, 2 നമ്പേഴ്സ് കൂട്ടുമ്പോൾ 26 ആണ്, കുറയ്ക്കുമ്പോൾ 4 ആണ്, വ്യത്യാസം 4 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതാണ്? അപ്പൊ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേരിയബിൾ ഒക്കെ കൊടുത്ത് ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യുക. അപ്പൊ ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആണ്, ഈ തമ്പ് കാണിച്ച്. മീഡിയംകാര് 24 അല്ല 26 ആക്കണം കേട്ടോ. ഇംഗ്ലീഷിൽ കറക്റ്റ് ആണ്, 26 ആണ് കേട്ടോ. 26 4 ആണ് കേട്ടോ. ഓക്കെ, അത് പറഞ്ഞു നന്നായി. 1-2 പേര്. മറ്റേ നാലാമത്തെ ചോദ്യം എത്തിയവരൊന്ന് കൈവശി. ഓക്കെ, അപ്പൊ വേഗം ചെയ്യാം, നമുക്ക് ടൈം കുറവാണ്. ഒരു എത്ര മിനിറ്റ് കൂടി ഉണ്ട് സാറേ? ഒരു 2 മിനിറ്റ്സ് കൂടി ഉള്ളൂ, വേഗം തീർക്കാം കേട്ടോ. അപ്പൊ മലയാളം മീഡിയം 26 തന്നെ ഉണ്ടാവും, ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, ആൻസർ പാരന്റ്സ് കൂടി ഒന്ന് നോക്കാം. ശരിയാണെങ്കിൽ മാർക്ക് കൊടുക്കാം കേട്ടോ. 13x 9x കുറച്ച് കഴിഞ്ഞാൽ 4x ആണ് അതിന്റെ ആൻസർ. 13 ആപ്പിളിൽ നിന്ന് 9 ആപ്പിൾ കുറച്ചാൽ 4 ആപ്പിൾ. ഇനി -6y 4y ഇത് ഡിഫറൻസ് സൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം. 6y 4y കുറച്ചാൽ 2y, വലുതിന്റെ ചിഹ്നം -2y എന്നാണ്. ശരിയാണെങ്കിൽ അരമാർക്ക് കിട്ടോ. ഇനി 2 മൈനസ് ചേർന്ന പ്ലസ് ആവും. 25 7 കൂട്ടിയാൽ 32 ആണ് ഉത്തരം. ശരിയാണെങ്കിൽ അരമാർക്ക് കിട്ടോ. 9x = 36 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ഈ 9 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 36/9 4 ആണ്. ശരിയാണെങ്കിൽ അരമാർക്ക് കിട്ടോ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുറെ ചെയ്താണ്, +3 അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ 3x = 27 ആവും. എക്സിന്റെ വാല്യൂ 9 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ സ്റ്റെപ്പിന് അരമാർക്കും ഈ സ്റ്റെപ്പിന് അരമാർക്കും ഉണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് ഈ പേജ് ഒന്ന് കാണിച്ചു തരാം. ആവശ്യമുള്ളവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, ഒന്ന് വേഗം നോക്കി മാർക്ക് ഇടാം കേട്ടോ. ഈ പേജ് മാർക്കിട്ട് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് കൈവീശണേ. മാർക്കിട്ട് വരുന്ന കൈവീശി, ഈ പേജ് മാർക്കിട്ട് വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എല്ലാവരും നോക്കി സ്ക്രീനിൽ. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് 2 ഇക്വേഷൻ ആയി തന്നെ നമ്പർ ഇടാം. ഇങ്ങനെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. സെയിം ആയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് വരയിടാം. സെയിം വേരിയബിൾ ആണ്, സെയിം ചിഹ്നം ആയതുകൊണ്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0 എന്ന് വരും. 5y 2y കുറച്ചാൽ 3y എന്ന് വരും. 22 10 കുറച്ചാൽ 12 വരും. അപ്പൊ ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ 4 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടം വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അരമാർക്ക്, വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ കൊടുക്കുക. സാർ ഇപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. വൈയുടെ വാല്യൂ 4 എന്ന് ഇവിടെ കൊടുക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് ആ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരമാർക്ക് കിട്ടോ. ലാസ്റ്റ് ഉത്തരം എക്സിന് 2 എന്ന് കിട്ടോ കേട്ടോ. അപ്പോൾ 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ഇടാം. അപ്പൊ അങ്ങനെ ടോട്ടൽ 3 മാർക്കാണ് കേട്ടോ. ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അരമാർക്ക്, വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്, ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരമാർക്ക്, ഇവിടെ 1 മാർക്ക്. അപ്പൊ വേഗം 1 മിനിറ്റ് സമയം നോക്കി മാർക്ക് കിട്ടോ. പാരന്റ്സ് നോക്കാം, ഓരോ സ്റ്റെപ്പിനും ആ വലതുവശത്ത് കാണുന്ന മാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മാർക്ക് ഇട്ട് കഴിഞ്ഞ് ഇതൊക്കെ ശരിയായവരൊന്ന് കൈവച്ച്. ശരിയായവര് എല്ലാവരും ശരിയായ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കോ. നാലാമത്തെ ആൻസർ, നമ്മൾ സംഖ്യകൾ x y എന്നാണ് സാർ എടുത്തിട്ടുള്ളത്. 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 26 ആണ്. അപ്പൊ x + y = 26 എന്ന് കൊടുക്കുക. 2 സംഖ്യകളുടെ വ്യത്യാസം 4 ആണ്. അപ്പൊ x - y = 4 എന്ന് കിട്ടും. അപ്പൊ അതേടാ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടോ. ഇനി നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരയിടുക. സെയിം ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ടൈപ്പ് വരുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായി, സെയിം ആയിട്ട് ഇവിടെയുണ്ട്. അപ്പൊ ഈ 2 ഇക്വേഷൻ തമ്മിൽ കൂട്ടിയാലും കുഴപ്പമില്ല, കുറച്ചാലും കുഴപ്പമില്ല. ഞാൻ കൂട്ടുകയാണ് ചെയ്തേക്കണേ, നമ്മൾ കൂടുതലും കൂട്ടുകയാണ് ചെയ്തേക്കണേ, കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ. കൂട്ടുമ്പോൾ നമുക്ക് വൈയുടെ ആള് 0 ആവും. x കൂട്ടിയാൽ 2x, ഇത് രണ്ടും കൂട്ടിയാൽ 30 കിട്ടും. ആ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അരമാർക്ക് കിട്ടോ. അപ്പൊ എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് കറങ്ങി തിരിഞ്ഞ് 15 എന്ന് കിട്ടും. 15 കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചു. 15 കിട്ടിയവരുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടോ. ഇനി x = 15 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ കൊടുക്കുക. ഏത് ഇക്വേഷനിൽ കൊടുത്താലും മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ എക്സിന്റെ സ്ഥാനത്ത് 15 കൊടുക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ആ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരമാർക്ക് കൊടുത്തോ. വൈയുടെ വാല്യൂ 11 കിട്ടും. അപ്പോൾ 15ഉം 11ഉമാണ് നമ്മുടെ ഉത്തരങ്ങൾ. ഇനി ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കുറയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറയ്ക്കുമ്പോൾ പ്രത്യേകത ഇവിടെ 0 ആവും, ഇവിടെ 2y എന്നാവും, ഇവിടെ 22 എന്നാവും. അപ്പോഴും വൈയുടെ വാല്യൂ 11 കിട്ടും. ഇഷ്ടമുള്ള ഇക്വേഷനിൽ കൊടുത്താൽ എക്സിന്റെ വാല്യൂ 15 വരും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തോടാ. അപ്പൊ ഈ പേജും ഒന്ന് വേഗം നോക്കിക്കോ, ഒരു മിനിറ്റ് നോക്കാം. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് 10 വേഗം ഒന്ന് മാർക്ക് ഇട്ടെ. എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് വേഗം മാർക്ക് ഇടാം.